ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശബ്ദം ഉയർത്തിയ പ്രിയങ്ക പേടിക്കുമെന്ന തോന്നലൊന്നും വേണ്ട. നീയല്ല, ഈ കുടുംബത്തിലെ ആരുടെ ശബ്ദം പൊങ്ങിയാലും എനിക്കതൊരു പ്രശ്നമല്ല. വരാൻ പറഞ്ഞില്ലേ? പറഞ്ഞേ. വരുൺ നിന്റെ ഭർത്താവൻ ആരടി പറഞ്ഞേ? എന്നെ സ്നേഹിച്ച് എന്നോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ച ആളാ അത്. വരുൺ എന്റെ കഴുത്തിലെ താലി കെട്ടിയത് നിനക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ കണിമംഗലത്തിന്റെ സമ്പത്തിന്റെ കാര്യം ആലോചിച്ച് മുത്തശ്ശി നിന്നെ ഇങ്ങോട്ടേക്ക് അയച്ചു. ആ അർഹതയുടെ കാര്യമല്ല നിനക്ക് പറയാനുള്ളത്. അല്ലാതെ വരുണിനെ സ്നേഹിക്കോ, വരുൺ നിന്നെ സ്നേഹിക്കോ, അങ്ങനെ എന്തെങ്കിലും അവകാശപ്പെടാനുണ്ടോ? ഇനി എനിക്ക് സഹിച്ച തല താഴ്ത്തി നിൽക്കാൻ പറ്റില്ല. നീ കരുതിക്കൂട്ടി ഇറങ്ങിയതാണെങ്കില് ഞാനും അതിന് തയ്യാറാ. നീ അത്രയ്ക്കായോടി? നീ എന്താ കരുതിയേ? എന്റെ നേരെ കൈനീട്ടിയാ എനിക്ക് പ്രതികരിക്കാൻ അറിയില്ലെന്നാണോ? ഞാൻ പ്രതികരിക്കാതെ നിന്നിട്ടുണ്ട്. അത് നീ നേരത്തെ പറഞ്ഞ നന്ദിയുണ്ടല്ലോ, അതിന്റെ പേരില. എന്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാക്കി തന്ന എന്റെ അച്ഛനോടും അമ്മയോടുള്ള നന്ദി. അതിന്റെ പേരില നീയും മുത്തശ്ശിയും ചേർന്ന് നടത്തിയ സകല നാടകങ്ങളും ഞാൻ കണ്ടു നിന്നത്. പ്രതികരിക്കാൻ തോന്നിയപ്പോഴൊക്കെ ഞാൻ എന്റെ മനസ്സിനെ അടക്കി പിടിച്ചു. പക്ഷേ ഇനി അതില്ല പ്രിയങ്കേ. ഞാൻ ജീവിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്ക. നിനക്ക് ജീവിക്കണോ അല്ലേ? നിനക്ക് വരുണിന്റെ കൂടെ ജീവിക്കണോ അല്ലേ? നിനക്ക് കണിമംഗലത്തിന്റെ പകരക്കാരിയാവണോ അല്ലേ? നിനക്കൊക്കെ വേണ്ടത് എന്റെ ജീവനല്ലേ? അത് ഞാൻ ഇപ്പൊ തന്നെ അവസാനിപ്പിച്ചേക്കാം. അയ്യോ വേണ്ട. പക്ഷെ ഞാൻ ചത്തു വീണാലും എന്റെ മുത്തശ്ശി ഒരെണ്ണത്തിനെ പോലും വെറുതെ വിടില്ല.